കെ.ആർ. നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സമര വിഷയത്തിൽ വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായി ചർച്ച നടത്തുകയാണ്. മന്ത്രി ബിന്ദുവിന്റെ ഓഫീസിലാണ് ചർച്ച. ഡയറക്ടറെ മാറ്റുന്നതടക്കം 15 ആവശ്യങ്ങളാണ് വിദ്യാർത്ഥികൾ ഉന്നയിച്ചത്. വിവരങ്ങളുമായി നന്ദകുമാർ ചേരുന്നു. നന്ദകുമാർ, എന്തൊക്കെ വിഷയങ്ങളിലാണ് ഇനി ചർച്ച? ഡയറക്ടർ സ്ഥാനം രാജിവെച്ചിരുന്നു. അതിനുശേഷമുള്ള വിഷയങ്ങളിൽ എങ്ങനെയുള്ള ഒരു സമവായമാണ് സർക്കാർ തേടുന്നത്? രേണുക, കെ.ആർ. നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികളുമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ ചർച്ച നടത്തുകയാണ്. മന്ത്രിയുടെ സെക്രട്ടേറിയറ്റിലെ അനക്സിലെ ഓഫീസിലാണ് ഈ ഒരു ചർച്ച നടക്കുന്നത്. എന്തായാലും ചർച്ചയ്ക്ക് ശേഷം മാത്രമേ ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ നടത്തിവരുന്ന സമരം അവസാനിപ്പിക്കൂ എന്ന് സ്റ്റുഡൻസ് കൗൺസിൽ പ്രതിനിധികൾ ചർച്ചയ്ക്ക് മുമ്പ് മാധ്യമങ്ങളോട് പറയുകയും ചെയ്യുന്നു. എന്തായാലും ഡയറക്ടർ രാജിവെച്ച സാഹചര്യത്തിൽ മറ്റ് ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ വിദ്യാർത്ഥികളുള്ളത്. ഏകദേശം 15 ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വെച്ചത്. ഡയറക്ടർ ശങ്കർ മോഹൻ രാജിവെച്ച സാഹചര്യത്തിൽ ബാക്കിയുള്ള 14 ആവശ്യങ്ങൾ കൂടി സർക്കാർ പരിഗണിക്കണമെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. എന്തായാലും ചില കാര്യങ്ങളിൽ സർക്കാരിന് അനുകൂലമായൊരു നിലപാടുണ്ട്. പ്രത്യേകിച്ച് സർക്കാർ സ്വാഭാവികമായും അത്തരം കാര്യങ്ങളൊക്കെ തന്നെ വിദ്യാർത്ഥികളെ ഇന്ന് അറിയിക്കുകയും ചെയ്യും. കാരണം ചില വിഷയങ്ങൾ, ജാതി വിവേചനം, അതോടൊപ്പം തന്നെ പ്രവേശനത്തിൽ സംഭരണ അട്ടിമറി, വിദ്യാർത്ഥികൾക്ക് സൗകര്യം നിഷേധിക്കൽ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ സർക്കാർ സ്വാഭാവികമായും ഒരു അനുകൂല നിലപാട് സ്വീകരിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഈ പരാതികൾ, വിദ്യാർത്ഥികളുടെ പരാതികളെ കുറിച്ച് അന്വേഷിക്കാൻ 2 അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരുന്നു. ഈ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് ഈ ഒരു ചർച്ചയ്ക്ക് ശേഷം മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. കെ. ജയകുമാർ അന്വേഷണ കമ്മീഷനായി നിയോഗിച്ചായിരുന്നു. ഇത്തരത്തിലൊരു അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുകയും ആ റിപ്പോർട്ടിൽ അതിൽ ഗുരുതരമായ കാര്യങ്ങളാണ് ഡയറക്ടറിന് അടക്കം, അവിടെയുള്ള അടൂർ ഗോപാലകൃഷ്ണൻ അടക്കമുള്ള ആൾക്കാർക്കെതിരെ വലിയ തോതിലാണ് വിമർശനം ആ റിപ്പോർട്ടിലുള്ളത്. എന്തായാലും ആ ഒരു റിപ്പോർട്ടിൽ ഡയറക്ടർ നേരത്തെ നടത്തിയിരുന്ന മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ അക്കമിട്ട് സൂചിപ്പിച്ചിരുന്നു. വിദ്യാർത്ഥികളുടെ ഈ ഒരു ഗ്രാൻഡ് സിലബസ് പരിഷ്കരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ കോഴ്സുകൾക്ക് പ്രവേശനം അനുവദിക്കുന്ന സംവരണ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുകയാണ്. ഇങ്ങനെ ഇത്തരം കാര്യങ്ങളിൽ സർക്കാർ അനുകൂലമായി തീരുമാനമെടുക്കും. പക്ഷേ റിപ്പോർട്ട് പരസ്യപ്പെടുന്ന കാര്യത്തിൽ സർക്കാർ എന്ത് തീരുമാനം എടുക്കുമെന്ന് ഈ ഒരു ചർച്ചയ്ക്ക് ശേഷം മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. രേണുക, നന്ദകുമാറാണ് വിവരങ്ങൾ നൽകിയത്.